എന്താണ് ഈ ഒരു അല്ല, ഇത്തരം വലിയ സിനിമകളിലൂടെ അത് സംഭവിക്കുള്ളൂ. ചെറിയ സിനിമകൾ, അതുകൊണ്ടാണ് ഒരു പാൻ ഇന്ത്യൻ ഫിലിം ഒരുപാട് അവിടുത്തെ ആക്ടേഴ്സിനെയൊക്കെ എടുത്തിട്ട് നൗ വി ഹാവ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും അമൽ നീരദും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ മലയാള സിനിമാ രംഗത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇരുവരും വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്ത വളരെ ആവേശത്തോടെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചത്. ഇപ്പോഴിതാ പ്രേക്ഷകർക്ക് ഇരട്ടി മധുരമായി അമൽ നീരദ് മോഹൻലാലിനെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കുന്ന സിനിമയിൽ ഉണ്ണിമുകുന്ദനും ഒരു നിർണായക വേഷത്തിലെത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാർക്കോ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിനു മുൻപേ ഇവരുടെ കൂട്ടുകെട്ടിനുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. മാർക്കോയുടെ റിലീസിന് തലേ ദിവസം അമൽ നീരദ് ഇൻസ്റ്റഗ്രാമിൽ മാർക്കോയുടെ പോസ്റ്റർ പങ്കുവച്ച് ഉണ്ണിയെ ആശംസിച്ചിരുന്നു. ഈ അടുത്ത് ഉണ്ണിമുകുന്ദൻ മോഹൻലാലിനെ സന്ദർശിച്ചതും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചതും ശ്രദ്ധ നേടിയിരുന്നു. വീഡിയോയിൽ സാഗർ ഏലിയാസ് ജാക്കിയുടെ ഐക്കോണിക് BGM ഉപയോഗിച്ചിരുന്നുവെന്നതാണ് പ്രേക്ഷകരെ കൂടുതൽ കൌതുകത്തിലാക്കിയത്. ഇതെല്ലാം അമൽ നീരദിന്റെ ഭാവി സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലും ഉണ്ണിയും ഒന്നിക്കുന്നു എന്നതിന്റെ സൂചനകളായിരുന്നു. ഉണ്ണിമുകുന്ദനെ കൂടാതെ ഹിന്ദി താരം രാഘവ് ജുയാലും പ്രതിഭാരന്തയും ഈ ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തുമെന്നും സൂചനകളുണ്ട്. മലയാളത്തിൽ ഏറ്റവും സ്റ്റൈലിഷായി ആക്ഷൻ സിനിമ ഒരുക്കുന്ന അമൽ നീരദും സൂപ്പർ സ്റ്റാർ മോഹൻലാലും പുതിയ തലമുറയുടെ ആക്ഷൻ ഹീറോയായ ഉണ്ണിമുകുന്ദനും ഒരുമിക്കുമ്പോൾ അത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷകൾ. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.